ഇന്നൊരു പീച്ചിങ്ങത്തോരനായാലോ. പീച്ചിങ്ങയ്ക്ക് ഒരുപാട് ഗുണമുണ്ട് കേട്ടോ. ഈ ഷുഗറുകാർക്ക് ഷുഗറൊക്കെ റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വെയിറ്റ് ലോസിന്, ഹൈഡ്രേഷന്, ഇമ്മ്യൂണിറ്റിക്ക്, കണ്ണിന് അങ്ങനെ ഒരുപാട് ഗുണമുള്ള കാര്യമാണ് കേട്ടോ പീച്ചിങ്ങ. അപ്പോൾ അത് വെച്ച് നമുക്കൊരു തോരൻ തയ്യാറാക്കാം. അതിനുവേണ്ടി ആദ്യം ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തിലേക്ക് 2 പച്ചമുളക് എരിവിന് ആവശ്യത്തിന്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ജീരകം കേട്ടോ. ജീരകം ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂണോളം ഒക്കെ ഇട്ടാൽ മതി. പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം തോരന് വേണ്ടി ഒന്ന് ചതച്ചെടുക്കണേ. എന്നിട്ട് പീച്ചിങ്ങ നമ്മളൊരു ചെറിയ ക്യൂബായിട്ടാട്ടോ, എന്നുവെച്ചാൽ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞിട്ട്, നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന ആയതുകൊണ്ടാട്ടോ തൊലി കളയുന്നത്. എന്നിട്ട് പീച്ചിങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതിനകത്തിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാവേ. അപ്പം ഞാൻ ചട്ടി ആയതുകൊണ്ട് കേട്ടോ സെപ്പറേറ്റ് കടു പൊട്ടിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കടു താളിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ടാലും മതി. അപ്പം ഞാൻ കടു താളിപ്പ് ഉണ്ടാക്കുന്നത് ഒന്നുമില്ല, നോർമൽ കടുക്. പിന്നെ ഇച്ചിരി ഒരു ടേസ്റ്റ് കൂടും എനിക്കെപ്പോഴും തോരന് തോന്നിയിട്ടുള്ളതാണ്. കുറച്ച് അരി ഇടുവോ അല്ലെങ്കിൽ നമുക്ക് ഉഴുന്നിടുവോ ചെയ്യാം. ഞാൻ ചില ഇതിനൊക്കെ അരിയാട്ടോ ഇടുന്നത്. അരി ഒന്ന് പൊട്ടി കടുകും എല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ലേശം വറ്റൽമുളകും ഇടുക. കറിവേപ്പില വേണമെങ്കിൽ ഇപ്പം ആഡ് ചെയ്യാം. ഞാൻ കറിവേപ്പില പൊതുവേ അല്ലാതെ ആഡ് ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ആവി ഒന്ന് കയറി, ഒന്നും ഇളക്കിയിട്ടില്ല കേട്ടോ. ആവി ഒന്ന് കയറി കഴിയുമ്പോഴത്തേക്ക് ഈ കടുക് എല്ലാം കൂടെ പൊട്ടിച്ചതും കൂടെ ഞാൻ അതിനകത്തിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ടാണ് ഞാൻ കറിവേപ്പിലയും പിന്നെ ഉപ്പും ഒക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പീച്ചിങ്ങയ്ക്ക് ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്യണ്ട, കാരണം ഒരുപാട് വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളുടെ പടവലങ്ങത്തോരനൊക്കെ വെക്കത്തില്ല, അത് ഏകദേശം അതേ ടേസ്റ്റാണ് കേട്ടോ. ഇത് വെറുതെ ഇങ്ങനെ നോർമലി കഴിക്കുന്നതിനേക്കാളും നമുക്ക് രസമോ പിന്നെ നോണൊക്കെ ഇഷ്ടമുള്ളവർക്ക് മീൻ വറുത്തതും ഒക്കെ കൂടെ കൂട്ടി കഴിക്കുമ്പോഴാവട്ടെ ഒന്നുകൂടെ ടേസ്റ്റ്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് സാധാരണ ഈ പടവലങ്ങത്തോരനൊന്നും വലിയ ഇഷ്ടമുള്ള ആളൊന്നുമില്ല, പക്ഷേ പീച്ചിങ്ങത്തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് ആഡ് ചെയ്തു, എല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ച് വീണ്ടും അടച്ചു വെച്ചൊന്ന് വേവിക്കുക. പക്ഷെ നിറച്ച് വെള്ളം ഇറങ്ങും. എന്നിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. ഞാൻ പിന്നെ എനിക്കിവിടെ കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ലേശം വെള്ളം വെച്ചിട്ടുണ്ട് ഇങ്ങനൊരു കുഴഞ്ഞ രീതിയിലാട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ രസവും ഒക്കെ കൂടെ കൂട്ടിയിട്ടൊന്ന് ട്രൈ ചെയ്ത് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടും കേട്ടോ. വെറുതെ കഴിക്കുമ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല, എന്ന് പറഞ്ഞാൽ തീരെ മോശം ടേസ്റ്റ് ഒന്നുമല്ല. പക്ഷേ രസവും പിന്നെ അതുപോലെ തന്നെ വറുത്ത മീനൊക്കെ കൂട്ടിയൊക്കെ നല്ലതായിരിക്കും.